പ്രതീക്ഷ വലിയ രീതിയിൽ, അതായത് അന്വേഷിപ്പിൻ ഘട്ടത്തെത്തും എന്നുള്ള ടൈറ്റിലൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തോ ഒരു സീറ്റ് അടിച്ച സാധനമൊക്കെ പ്രതീക്ഷിച്ച് വരരുത്. അഞ്ചാം പാതിര അല്ല, എന്നാലും അടിപൊളിയാണ് പടം. അങ്ങനെ പറയരുത്. കാര്യം വെച്ചാൽ അവർ ലാലേട്ടൻ മമ്മൂക്ക എന്ന് പറയുന്നത് വേറെ, അവരുടെ ജോണറേ വേറെ. ഇത് പുതിയ ആളാണ്. പുതിയ ആളെന്നല്ല, ഇപ്പോഴത്തെ യൂത്തിൻ്റെ ആളാണ്. ടോവിനോൻ്റെ എപ്പോഴത്തെ പോലെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് ട്വിസ്റ്റൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളാരും പ്രതീക്ഷിച്ചില്ല. നമ്മൾ കരുതി മറ്റേ തിലകൻ്റെ മോനൊക്കെ ആയിരിക്കും വില്ലൻ കരുതി. ബട്ട് അവസാന നിമിഷം നമ്മളെല്ലാവരും കരുതി പുള്ളിയുടെ സൂയിസൈഡ് സീൻ വന്നപ്പോൾ നമ്മൾ വിചാരിച്ച് പുള്ളിയായിരിക്കും വില്ലൻ എന്നൊക്കെ കരുതി. ഫുൾ ട്വിസ്റ്റുള്ള സിനിമയായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ സമയമൊന്നും വേസ്റ്റ് ആവത്തില്ല. സൂപ്പർ സിനിമയായിരുന്നു. റാങ്ക് ആണെങ്കിൽ 10-8 തന്നെ കൊടുക്കാം. 10-8 തന്നെ കൊടുക്കാമെന്ന് പറ്റിയ. ഇതിൻ്റെ കൂടെ കമ്പയർ ചെയ്യാൻ പറ്റിയത് പെട്ടെന്നൊന്നും മനസ്സിൽ വരുന്നില്ല. അഞ്ചാം പാതിരയുടെ അത്ര ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് ഉണ്ട്. നല്ല ത്രില്ലിംഗ് ആണ്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. അത് മൂവി 2-3 നാളാകുമ്പോഴേക്കും എങ്ങനെ പറയാൻ പറ്റുള്ളൂ. അയ്യോ, അത് എപ്പോഴും മാസല്ലേ പുള്ളി. ഇനി എങ്ങനത്തെ പോലീസ് ഓഫീസറായിട്ട് വന്നാലും ആ യൂണിഫോമിൽ കാണുമ്പോൾ പുള്ളി നല്ല ഗുഡ് ലുക്കിംഗ് ആണ്. പുള്ളിക്ക് ആ യൂണിഫോം നല്ലോണം ചേരും. നല്ലോണം പോലീസ് ക്യാരക്ടറൊക്കെ അഭിനയിക്കാൻ പറ്റിയ ആളാണ് ടോവിനോ എന്നൊക്കെ തോന്നുന്നു. എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് ഹിറ്റ് ആവേണ്ട പടം തന്നെയാണ്. വെറൈറ്റി ഉള്ള കഥയാണ്. ഇതുപോലത്തെ കഥയൊന്നും ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഇത് ഭയങ്കര ട്വിസ്റ്റായിട്ട് കെട്ടിപ്പിടഞ്ഞ് കിടക്കുന്ന കഥയാണ്. നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ ഇല്ലെങ്കിലും മനസ്സിലാകും. പക്ഷെ നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയൊന്നും ഇല്ല. എങ്കിലും ഒന്നുകൂടെ കാണാം. ബോറടിക്കില്ല രണ്ടാമത് കണ്ടാലും. അത്ര തന്നെ. സീറ്റ് എഡ്ജ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം ഡീസൻ്റായ ഒരു ത്രില്ലർ സാധനമാണ്. ടോവിനോ ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 2 കേസാണ്. ഫസ്റ്റ് ഹാഫ് ഒരു കേസ്, സെക്കൻഡ് ഹാഫ് ഒരു കേസ്. ഫസ്റ്റ് ഹാഫ് നല്ലൊരു, അതിൻ്റെ ഒരു കുഴപ്പമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആണ്. കാസ്റ്റിങ് മിക്കവരും ഉണ്ട്. സിനിമ കോമഡി ചെയ്ത് വന്നിരുന്ന മിക്ക ക്യാരക്ടേഴ്സ് സീരിയസിലേക്ക് കയറിയിട്ടുണ്ട്. അത് നല്ല വർക്കാണ്. അത്യാവശ്യം മാന്യമായ. അത് പക്ഷെ പുതിയ റോളായത് 1988-99 കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വലിയൊരു മാസം വേണ്ട. എന്നാലും ആ ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഉണ്ട്. നല്ല രീതിയിലുണ്ട്. BGM ഒക്കെ ഓക്കെ. എല്ലാ ഓഡിയൻസിനും പറ്റുന്നതാണ്. പ്രതീക്ഷ വലിയ രീതിയിൽ, അതായത് അന്വേഷിപ്പിൻ ഘട്ടത്തെത്തും എന്നുള്ള ടൈറ്റിലൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തോ ഒരു സീറ്റ് അടിച്ച സാധനമൊക്കെ പ്രതീക്ഷിച്ച് വരരുത്. ഒരു ഡീസൻ്റായ ഒരു സട്ടിലായിട്ട് പോകുന്ന പതുക്കെ പോകുന്ന ഒരു സാധനമാണ്. ആ ഒരു പ്രതീക്ഷയിൽ ആ ഒരു ലൈറ്റ് ഒരു സാധനം കാണാൻ വരിക. ഡിസാറ്റിസ്ഫൈ ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ സാറ്റിസ്ഫൈ ചെയ്യിച്ചു. ഇതൊരു നോർമൽ മൂവി തന്നെയാണ്. ഒരു നോർമൽ ത്രില്ലർ, ഒരു ഡീസൻ്റ് ഒരു സംഭവമാണ്. പതുക്കെ കഥ പറഞ്ഞു പോകുന്ന, വലിയ ഗൂസ് ബംസോ വലിയ ഹൈപ്പ് ഒന്നും തരാത്ത ഒരു സട്ടിലായ ഒരു സാധനമാണ്. ലാഗായിട്ടില്ല. ഇല്ല. ടോവിനോ അടിപൊളിയായിരുന്നു. ടോവിനോ എല്ലാവരും അടിപൊളിയായിരുന്നു. അല്ല, ഇത് കുറച്ചുകൂടി റിയലിസ്റ്റിക് അപ്രോച്ചാണ്. അഞ്ചാം പാതിര അല്ല, എന്നാലും അടിപൊളിയാണ് പടം. ടോവിനോ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിരുന്നു നമുക്ക്. ഇല്ല നമുക്ക് ചെറിയ ആക്ഷൻസിൽ വരുന്നുള്ളൂ. ഫസ്റ്റ് മൂവിയാണെന്ന് നമുക്ക് തോന്നത്തില്ല. നല്ല പെർഫോമൻസ്. ടെക്നിക്കൽ സൈഡെല്ലാം അടിപൊളിയാണ്. നല്ല സിനിമയാണ്. നമ്മൾ എൻഗേജിങ് ആയിട്ട് തന്നെ ഇരിക്കും. സെക്കൻഡ് ഹാഫാണ് പക്ക എൻഗേജിങ് ആയിട്ടുള്ള ഒരു സീനൊക്കെ ഉള്ളത്. ക്ലൈമാക്സ് ഒക്കെ നമ്മൾ വിചാരിക്കുന്നതിനെ കാട്ടിയും നല്ല കിടിലൻ ട്വിസ്റ്റൊക്കെയാണ് സിനിമ. കണ്ടിരിക്കണം, എല്ലാവരും കണ്ടിരിക്കണം. അതുമായിട്ട് ഇത് നോക്കുകയും ചെയ്യരുത്.
അത് വേറെ ഇത് വേറെ. ഇത് ഒരു സാധാ ഒരു നമ്മൾ പ്രതീക്ഷിക്കും വലിയ ഫൈറ്റായി കാണും, ഒന്നുമില്ല. ഒരു സാധാരണ ഒരു സിനിമ അതുമല്ല. അങ്ങനെ നോക്കരുത്. അഞ്ചാം പാതിര ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് സാധാരണ ഒരു സിനിമ, ഒരു പതുക്കെ പോകുന്ന ഒരു സിനിമ. പക്ഷേ എന്ന് വെച്ചാൽ പതുക്കെ പോകുന്നുമില്ല, അങ്ങനെയാണ്. കൊള്ളാം, പെർഫോമൻസ് ഒക്കെ കൊള്ളാം. ടൊവിനോരെ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാവരെയും അതിൽ അഭിനയിച്ച എല്ലാവരുടെ പെർഫോമൻസും കൊള്ളാം. ഡയറക്ഷൻ സൈഡ് പുതുമുഖം വെച്ചാൽ ഇപ്പം പഴയ ഡയറക്ടേഴ്സിനെ കാട്ടി ഇപ്പം ഒന്ന് പൊങ്ങി വരുന്നത് പുതിയ ഡയറക്ടേഴ്സാണ്. അത് കുറ്റം പറയാൻ പറ്റില്ല, നല്ല വൃത്തി എടുത്തിട്ടുമുണ്ട്. ഓരോ കഥാപാത്രങ്ങളും ഓരോ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ എടുക്കുന്നത്, അതായത് വൺ ഡയമെൻഷൻ അല്ലാതെ മൾട്ടി ഡയമെൻഷൻ എന്നുള്ള രീതിയിൽ, അതായത് ലാലേട്ടൻ ഒരു മമ്മൂക്ക എന്നുള്ളൊരു പാറ്റേണിലേക്ക് എത്തുന്നു എന്നുള്ള രീതിക്ക് നമുക്ക് പറയാൻ പറ്റുമായിരിക്കും ഈ ഒരു പടം കൂടെ കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ പറയരുത്. കാര്യം വെച്ചാൽ അവർ ലാലേട്ടൻ മമ്മൂക്ക എന്ന് പറയുന്നത് വേറെ, അവരുടെ ജോണറേ വേറെ. ഇത് പുതിയ ആളാണ്. പുതിയ ആളെന്നല്ല, ഇപ്പോഴത്തെ യൂത്തിൻ്റെ ആളാണ്. അപ്പം അങ്ങനെ തന്നെ അങ്ങ് പോകുന്നു. അങ്ങനെ ഇത് ഹിറ്റാവും, ഉറപ്പായിട്ട് ഹിറ്റാവും. കാണാൻ പറ്റും. ഇതിൽ ഒരു വൾഗർ സീനോ ഒന്നുമില്ല, ഒന്നും തന്നെ ഇല്ല.